അങ്ങോട്ട് പറയേ. എടാ എന്താടാ നിന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുന്നല്ലോ, അകത്തോട്ട് വിട്ടു പോകുന്നല്ലോ. തമാശ പറയല്ലേ, സീരിയസ് ആയത്. അകത്തേക്ക് പോയ ആകെ സീരിയസ് ആവും കേട്ടോ. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ വെള്ളഷട്ടും വെള്ളമുണ്ടും കൊടുത്തിട്ടുണ്ടല്ലോ. 6 അടി ഉയർത്തി 40-50 പേര് അകത്ത് നിപ്പുണ്ട്. നോക്കിക്കേ, ആ പെണ്ണിന്റെ മുഖത്ത് കൊണ്ടത് ഫുട്ബോൾ ആയതുകൊണ്ട് ഇനി ഇവിടെ ആരും ഫുട്ബോൾ കളിക്കാൻ പാടില്ലെന്ന് എല്ലാവരും കൂടെ അകത്തിരുന്ന് തീരുമാനിച്ചോണ്ടിരിക്കുക. ബോൾ അടിച്ചത് നീയാണെന്നെങ്ങാനും അറിഞ്ഞോണ്ടല്ലോ മോനെ, നിന്റെ കാര്യം പോക്ക. അയ്യോ മാറിക്കോ മാറിക്കോ, സൈലന്റ് ആയിട്ടിരുന്നു, മാറിക്കോ, പ്രശ്നമാകും, മാറും. ആ ടാറ്റ കാണിച്ചിട്ട് പോയ കണ്ടില്ലേടാ നീ, അയാളെ MP. നമസ്കാരം സർ. 2 ദിവസമായിട്ട് അവളെ കാണാതെ ഞാൻ ഒരുപാട് വേദനിച്ചു. What is the principle of a multiple transformer? I know, sir. I know. സോറി. സാരമില്ല, അറിയാതല്ലേ ചെയ്തത്. അറിഞ്ഞോണ്ട് ചെയ്തതാ. ഐഷു, ആ റൗഡി അറിഞ്ഞോണ്ട് ചെയ്താന്ന് പറഞ്ഞു നിന്നോട്. നിന്റെ അച്ഛനോട് പറഞ്ഞോടി. നിന്റെ അച്ഛനോട് ഞാനിത് പറഞ്ഞു കൊടുക്കും, കണ്ടു. പീറ്റർ, ഇത് വലിയ വിഷയം ആക്കരുത്. മച്ചു സിഗരറ്റ് വാങ്ങിക്കടാ. സിഗരറ്റോ? ഒരു സിഗരറ്റ് മേടിക്കാൻ കാശില്ല. നിനക്ക് എന്തിനാണ് ഇത്ര വലിയ ശരീരം? പൈസ ഇല്ലടാ. കിഡ്നി വിറ്റേക്ക്. സിഗരറ്റിന് പൈസ ഇല്ല നടക്കുന്ന നീ ഒരു കിഡ്നി ഇല്ല നടന്നാൽ ഒരു വിഷയമില്ല. ഞാൻ പറഞ്ഞൊക്കെ എടുത്തു വെച്ചോ. റെഡിയായി മേഡം. ഒന്ന് വേഗം എടുക്ക, എനിക്ക് പോണം. കാശ് എത്രയാണെന്ന് പറ. നല്ല ഗുഡ്സ് വണ്ടി പോലെ ഉണ്ടല്ലോ ഈ ബേക്കിലെ, നീയാ കഴിക്കുന്നേ? അയ്യോ ഇവനൊക്കെ 2 കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല, നാറികള്. ആന്റി പോയോടാ. കുറച്ചുകൂടി ഭേദമുള്ളതിനെ പ്രേമിച്ചൂടെ? എടാ ലോക്കപ്പേ, പ്രേമം എന്ന് പറയുന്ന ഒരു ചൊറിച്ചില് പോലെ തന്നെയാ. ചൊറിയും തോറും സുഖം കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ചൊറിച്ചിൽ കഴിഞ്ഞ് നോക്കിയാണ്ടല്ലോ അവിടെ എവിടെയെല്ലാം വീർത്തിരിക്കുന്ന കാണാം. ദേ ഇവനെ കണ്ടില്ലേ, ചൊറിഞ്ഞു ദേഹം മുഴുവൻ വീർത്ത് കിടക്കുക. മച്ചു എന്താടാ? സിഗരറ്റ് വലിച്ചതിന് ശേഷം കക്കൂസി പോണെന്ന് പറയും. പോയിട്ട് വന്നാലോ എനിക്ക് വിശക്കുന്നു വല്ലതും വാങ്ങിച്ചു തരാൻ വേണ്ടി പറയും. ആഹാ, സീനിയർ നിന്റെ നോട്ടം ഇട്ടോടി. ഇനി നിന്റെ കാര്യം അത്ര തന്നെ. എനിക്ക് നിന്നെയാടി ശരിക്കും സംശയം. ചുമ്മാ ഇരിയടി. നിങ്ങൾക്കുള്ളിൽ എന്തോ ഉണ്ടല്ലേ? പറയടി. എന്തായി കാണിക്കുന്ന നടു റോഡിൽ നിന്ന്? ഈ കാര്യം ഞാൻ കോളേജിൽ എല്ലാരോടും പറയും, സത്യമായിട്ടും പറയും. നീ കണ്ടോ മോളെ, സീനിയറിനും നിനക്ക് സംതിങ് നിന്നെ കോളേജ് മൊത്തം പോസ്റ്റർ ഒട്ടിക്കും. കണ്ടോ? ഐഷു, എടാ അത് ലോറി. നീ കൂടുതലൊന്നും പറയണ്ട, പോടാ. പോകാനല്ലേ പറഞ്ഞത്? നിങ്ങളൊക്കെ അങ്ങോട്ടല്ലേ? ആ പെണ്ണിനെന്താ പറ്റിയെന്ന് നോക്കി. റോഡിൽ ഇറങ്ങാൻ പറ്റില്ലെന്ന് വെച്ചാ പോടാ. എന്തോ ഈ നോക്കുന്നത്? പോവാൻ. ലോറി ഇടിക്കാൻ വരുന്ന ആർക്കും വേണ്ടാത്തവനെ പോലെ ഞാൻ അവളുടെ മുന്നിൽ നിൽക്കേണ്ട ഗതികേട് വന്നെനിക്ക്. അവളുടെ കരച്ചിലിൻ്റെ ശബ്ദം മാത്രം എൻ്റെ കാതിൽ നിന്ന് അകന്നില്ല. എനിക്കറിയാമായിരുന്നു ആ റോഡല്ലാതെ മറ്റൊരു റോഡ് അവിടെ ഉണ്ടായിരുന്നെന്ന്. പക്ഷെ എൻ്റെ മനസ്സ് മുഴുവനും അവൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. വേറൊന്നും ഞാൻ ചിന്തിച്ചില്ല.
ഇനി അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? വേഗം പറ. ഞങ്ങളുടെ ഇപ്പൊ കോളേജ് ക്യാൻറ്റീനിൽ ഇറ്റ്സ് ഓക്കെ. നൈറ്റ് മൊത്തം വർക്ക് ചെയ്തു, പക്ഷെ കോൺസെൻട്രേഷനേ ഇല്ല. മാഡം ചായ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു. ഓ, ഇന്നും അവന്റെ കൂടെ പിണങ്ങിയോടി. പാവടിയാ ചെറുക്കന്. ഇവിടെ കൂടെ അവൻ ചേർന്ന് കുടുങ്ങി പോയി. ഒരു സമൂസ വേണം. ആ ആ ഇനി ഒരു ചായ കൂടെ Okay, വേണം. ഒരു മിനിറ്റ്. സിഗ്നലില് ഞാൻ ഞാൻ വേണമെന്ന് കരുതി ചെയ്തല്ല. അത് ആ ലോറി നീ കണ്ടില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചേക്കെന്ന് കരുതി പേടിച്ചോടി വന്ന് എന്നെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുമ്പോഴാ ഡ്രസ്സ് കീറിയത്. അല്ല, വിട്ടി, പമ്പര വിട്ടി. എനിക്ക് എന്നോട് തന്നെ ദേഷ്യ. എനിക്കറിയാം നിനക്ക് വലിയ ദേഷ്യം എന്നോടൊന്ന്. നീ എന്ത് വേണമെങ്കിലും ചെയ്തു. എനിക്ക് ദേഷ്യ. നീ മാത്രം കാണേണ്ട ഈ ശരീരം എന്തിനാ മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിച്ചേ? എന്താ സംഭവിച്ചെന്നറിയാമോ നിനക്ക്? ഐ ഷൂട്ടിംഗ് എന്നെ ഇഷ്ടമാണടാ, ഇഷ്ടം. സംശയം ഉണ്ടെങ്കിൽ നാളെ പത്രം വായിച്ചു നോക്കടാ, വിവരദോഷി. I am the happiest man in the world.